ഉരുകിയെരിയുമീ മെഴുകുതിരികളിൽ അഴലിനിരുളിലിടറുമീ തരളമിഴികളിൽ മധുരിതമായി പകരുകില്ലേ ഹൃദയ സാന്ത്വനഗീതം സുഖദ സാന്ത്വനഗീതം ഉരുകി ഉരുകിയെരിയുമീ മെഴുകുതിരികളിൽ അകലെ വിണ്ണിൻ വീഥിയിൽ ആർദ്രരാത്രിയിൽ മഴമുകിലിൽ മാഞ്ഞുപോ സ്നേഹതാരമേ തളർന്നുറങ്ങാൻ താരാട്ടുണ്ടോ താന്തമീണമുണ്ടോ താന്തമീണമുണ്ടോ ഉരുകിയുരുകിയെരിയുമീ മെഴുകുതിരികളിൽ അലയറിയാത്തോണിയിൽ അലയും യാത്രയിൽ തുഴമുറിഞ്ഞു പോയൊരൻ മൂകസ്വപ്നമേ അകലെയേതോ തീരങ്ങളുണ്ടോ അഭയകുടീരമുണ്ടോ അഭയകുടീരമുണ്ടോ ഉരുകിയുരുകിയെരിയുമീ മെഴുകുതിരികളിൽ അഴലിനിരുളിലിടറുമീ തരളമിഴികളിൽ മധുരിതമായി പകരുകില്ലേ ഹൃദയ സാന്ത്വനഗീതം സുഖദ സാന്ത്വനഗീതം നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ എന്നെയും കാത്ത് വഴി കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു പോകട്ടെ ഞാൻ എൻ്റെ വീട്ടിലമോദമായി പറയല്ലേ പ്രിയരേ അരുതേയെന്ന് തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ തമസിൻ്റെ കാലം കഴിയുമീ നേരം തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ നേരമാകുമ്പോൾ നിങ്ങളും വരണം താതനോടൊപ്പം
നേരമാകുമ്പോൾ നിങ്ങളും വരണം. താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. താരാട്ടുപാടുമെൻ കന്യാമാതാവും താളം പിടിക്കും മാലാഖമാരും തമ്പുരു മീട്ടും വിശുദ്ധ ഗണവും തരളിതമാക്കുമെൻ ആത്മാവിനെ. തീരാത്ത സന്തോഷമോടെ താതൻ്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. തീരാത്ത സന്തോഷമോടെ താതൻ്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥൻ്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥൻ്റെ സ്നേഹം വഴിയും വീട്ടിൽ. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ, നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. ഭൂതലമൊരു സത്രം മാത്രം, സ്വർലോകമല്ലോ നിത്യഗേഹം. ഈ ഭൂതലമൊരു സത്രം മാത്രം, സ്വർലോകമല്ലോ നിത്യഗേഹം. മരണമീ മണ്ണിലെ അന്ത്യനിദ്ര വിണ്ണിലുണർന്നീടും പുണ്യനിദ്ര. മരണമീ മണ്ണിലെ അന്ത്യനിദ്ര വിണ്ണിലുണർന്നീടും പുണ്യനിദ്ര. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ.
തീർത്ഥയാത്ര നിത്യത തേടും പുണ്യയാത്ര. ഈ ജീവിതമൊരു തീർത്ഥയാത്ര നിത്യത തേടും പുണ്യയാത്ര. നിത്യജീവൻ നേടാൻ ദിവ്യമുദ്ര വേണം, ആത്മാവിൽ ദൈവീക മുദ്ര വേണം. നിത്യജീവൻ നേടാൻ ദിവ്യമുദ്ര വേണം, ആത്മാവിൽ ദൈവീക മുദ്ര വേണം. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ, നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ, ഉണർന്നിരിക്കൂ നിത്യവും നീ, ഉണർന്നിരിക്കൂ നിത്യവും നീ. ലോകമേ എൻ്റെ ഗേഹമേ, ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ, ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. ലോകമേ എൻ്റെ ഗേഹമേ, ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ, ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. അല്പകാലമീ യാത്രക്കാർ നമ്മൾ പാരിൻ വീതിയിൽ ഒന്നിച്ചു. തമ്മിൽ തമ്മിൽ നാം സ്നേഹിച്ചു, സുഖദുഃഖമേതുമേ പങ്കിട്ടു. എപ്പോൾ ദൈവം വിളിച്ചാലും അങ്ങ് പോകയെന്നതല്ലേ ചിതം. ഉണർവോ നിദ്രയോ ജോലിയെന്നല്ല, എപ്പോഴായാലും പോകണം. ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരേ, ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന
പെട്ടൊരു നേരത്തും വിട്ടു. പ്രാർത്ഥിക്കാം. സമാധാനം ആശ്വസിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാമമായ സർവേശ്വരായ കർത്താവെ ഞാൻ പ്രവർത്തിക്കും മഹിമയോടന്തമറിഞ്ഞ നാള് കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ നല്ല ഒരൊറ്റ വലം ഭാഗേ. നൽകണമേ മൃതനായ അവർ ആനന്ദകീർത്തനങ്ങൾ പാടും പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ മാമോദീസ വഴിയങ്ങേ സുതരാനവരെന്നോർക്കണമേ. സന്തോഷാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആകാശത്തിനും ഭൂമിയിലും ഞങ്ങളുടെ ജീവന കാരണം ആത്മാപ്രത്യാശനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. കൈക്കൊള്ളണമേ ഹൃദയാംഗമമാം വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ. മതിദാശർദൻ പരിപാവനമാം ബലികൾ പോലെ കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ. വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ. നിന്നെ ഞാൻ വിളിക്കുന്നു. ഐശ്വര്യപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിനു സ്തുതി. കർത്താവേ ആകാശത്തിന് ഞാൻ വിളിക്കുന്നു. കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ. ചെവികൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ അതിന് രക്ഷയുണ്ടായിരിക്കുന്നു. കർത്താവിനെ കാത്തിരിക്കുന്നു. അഭേദ്യമായ നിന്റെ കൽപ്പന മരണമണി ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയതിന്റെ പ്രിയപ്പെട്ട ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മനോഹരനായ വനമേഖലകളിൽ നീ മഹത്വരാജനാകുമ്പോ കണ്ണ് കണ്ടിടില്ലാത്തതും കാത് കേട്ടിടില്ലാത്തതും മനുഷ്യകൃതി മനസ്സിലാത്തതുമായ ധ്യാനത്തിലേക്ക് ഞങ്ങളെ ഈ പ്രിയപ്പെട്ട ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ വിശുദ്ധോടു കൂടെ സന്തോഷത്തോടെ നിന്നെ പാടിപ്പോഴുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിൽ ഞങ്ങളെ പ്രിയപ്പെട്ട പിതാവിന്റെ ആത്മാവിനെയും കരകൾ കഴുകി വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
പരിശുദ്ധാത്മാവിനെ സ്തുതി. വിശ്വാസികളുടെ ആത്മാക്കളുടെ തമ്പുരാന്റെ മരണത്താൽ മോക്ഷം ചേരുവാൻ ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി സമയത്തും മരുഗുണത്താൽ മോക്ഷത്തിൽ ശരിയാകട്ടെ. നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. എന്നെയും കാത്ത് വഴി കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാൻ എൻ്റെ വീട്ടിലമോദമായി പറയല്ലേ പ്രിയരേ അരുതേയെന്ന്. തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ. തമസിൻ്റെ കാലം കഴിയുമീ നേരം തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. താരാട്ടുപാടുമെൻ കന്യാമാതാവും താളം പിടിക്കും മാലാഖമാരും തമ്പുരു മീട്ടും വിശുദ്ധ ഗണവും തരളിതമാക്കുമെൻ ആത്മാവിനെ. തീരാത്ത സന്തോഷമോടെ താതൻ്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. അങ്ങയുടെ ബഹുമാനത്തിനായി ഈ പനിയെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ചന്ദനത്തിൽ വെച്ചിരിക്കുന്നു. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ ബഹുമാനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. ദൈവത്തിന് സമാധാനം എപ്പോഴും എന്നേക്കും. സത്യസനായ പിതാവേ, ശക്തി മഹത്വം എന്നേക്കും അങ്ങേയതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിനാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും.
മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്കലിനാകുന്നു, വയലിലും പോലെ പെയ്യുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ ഒരുപാട് പോവുകയും ചെയ്യുന്നു. അതിന് വരുന്ന സ്ഥലവും അജ്ഞാതമായിരിക്കുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരെന്നെ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മനുഷ്യരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ആദ്യത്തെ സൃഷ്ടിച്ചയാളെ സന്താനങ്ങളെ ഉദ്ധാനങ്ങളെ നവീനമായ കർത്താവേ, അങ്ങ് ഞങ്ങൾ ആരാധിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ ഇത്ര പരിമിതങ്ങളാവുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമെന്നരുളേണം. സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയാധികമണിക്കുന്നു. മറ്റൊരു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യത പുണരുന്നു. ക്ഷയമുള്ളക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേൻ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. മഹിമയോടന്തിമ വിധിനാളിൽ കർത്താവേയുമ്പോൾ കരുണയുടെന്നെ നിർത്തണമേ. നല്ലവരുത്തു നലം ഭാഗ്യേ നൽകണമേ. നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം. എൻ്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, എൻ്റെ സഹോദരരെ, മരിച്ചവരെ പറ്റി പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം എഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അതിനെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർ കൊണ്ട് കിടക്കില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാലയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ
സ്വർഗത്തിൽ നിന്ന് എഴുന്നേറ്റ് വരും. മിശിഹായിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിനെതിരായി അവരുടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം ഇന്നും കർത്താവിനോടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും എന്റെ രക്ഷകനായ ദൈവമേ രാമകരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ശംശിയുടെ പരിശുദ്ധ സുവിശേഷവും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവൻ്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവൻ്റെ ഉറവിടമായി ജനിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവരുടെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിലും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പുമായി പുറത്തു വരും. ബഹുമാനപ്പെട്ട വിചാരിച്ച ബഹുമാനപ്പെട്ട ചെല്ലക്കടത്തിലച്ച ചുണ്ടക്കാല കുടുംബാംഗങ്ങളെ, ബഹുമാനപ്പെട്ട സോഫിയ സിസ്റ്ററെയും പുസ്കോ സിസ്റ്റേഴ്സിനെയും, കോട്ടയം അതിരൂപതയിൽ പ്രവർത്തിക്കുന്ന സെൻറ്റ് ജോസഫിലെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഒളിനായിൽ കുടുംബാംഗങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, മരണം വളരെ കൃത്യമായിട്ടും മനോഹരമായിട്ടും കടന്നു വരുന്നു എന്നതിൻ്റെ വലിയൊരു ദൃഷ്ടാന്തം ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഈ സമൂഹത്തിൽ കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പിതാവിൻ്റെ മരണം. വളരെ കൃത്യമാണ്, സുന്ദരമാണ്, മനോഹരമാണ്. അടുപ്പക്കൂടുതൽ ഉള്ളത് കൊണ്ട് അടുപ്പക്കാരെ ഒരുമിച്ച് ചേർത്ത് സ്വർഗത്തിൽ അണിനിരത്തുക, അതിൻ്റെ ചുണ്ടക്കാല പൂർവികരോട് ചേർന്ന് നിർത്തുക എന്ന ദൈവത്തിൻ്റെ സ്വന്തം ഇഷ്ടമാണ് ഇവിടെ അന്വർത്ഥമായിരിക്കുന്നത്, അല്ലെങ്കിൽ പൂവണിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാൻ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ പ്രിയപ്പെട്ട ചുണ്ടക്കാല അപ്പത്തിൻ്റെ നമസ്കാര ശുശ്രൂഷ കഴിഞ്ഞത്. ഇവർ രണ്ടുപേരും സ്വന്തക്കാരാണ്, സ്വന്തമാണ്. ഒറ്റ പ്രായവ്യത്യാസമുണ്ടെങ്കിലും ഞാനും ചെറുപ്പം മുതൽ ഇവരെ കാണുന്നത്, ചുണ്ടക്കാലക്കാരെ 3-4 കാരണവന്മാരെ കാണുന്നത് ഒരുമിച്ച്. ആപ്പാന്തര പ്രദേശത്ത് ഇവർക്ക് ഏക്കർ കണക്കിന് കണ്ടമുണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ ഭാഗത്ത്. അപ്പോൾ ചെറുപ്പം മുതൽ ഇവരെ കീഴങ്ങാട്ടുകാരുമായിട്ട് ചുണ്ടക്കാലക്കാരുമായിട്ട് ഒരു നല്ല അടുപ്പവും ബന്ധവുമുണ്ട്. അത് കൂടുതൽ സുദൃഢമാക്കുവാനും കൃത്യമാക്കുവാനും ഞാനിവിടെ വികാരിയായി വന്നപ്പോൾ സാധ്യമായി. ഞങ്ങളുടെ ആ പഴയകാല കാരണവന്മാരുടെ ആ കൂട്ടായ്മയും സ്നേഹവും ആദരവും ബഹുമാനവും എല്ലാം അന്നും ഇന്നും എന്നോടും പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നതിൽ അതിൻ്റെ ചാരിതാർത്ഥത്തിലൂടെയാണ് ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ചുണ്ടക്കാല പൂർവികരോട് ചേർന്ന് നിന്നുകൊണ്ട് കണ്ണിയായിട്ട് അടുപ്പിച്ചുകൊണ്ട് സ്വർഗത്തിൽ ദൈവം ജപമാല ഇവർക്ക് വേണ്ടി കോർക്കുമ്പോൾ ഇവരോട് ഒപ്പമായിരിക്കുവാനായിട്ട് സാധിച്ചതിൽ ദൈവത്തിന് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നമുക്കറിയാം, മരണം വലിയൊരു ജീവിതത്തിൽ, ഹ്രസ്വമായ ജീവിതത്തിൽ നിന്ന് വലിയൊരു ജീവിതത്തിലേക്കുള്ള എടുത്തുചാട്ടമാണ്. ആ ജീവിച്ചിരുന്നിട്ടും ഒരു കാര്യമില്ല എന്ന് പലപ്പോഴും നമ്മളും ചിന്തിക്കും. ഇങ്ങനെയാണ് പോയിട്ട് എത്ര നാള്. തക്ക സമയത്ത് ദൈവം ഇടപെടുകയും അങ്ങനെ ഈ ജീവിതം ധന്യമാണ്, മനോഹരമാണ്, ഹൃദ്യമാണ് എന്ന് ഈ കുടുംബാംഗങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ദൈവം ഇവരുടെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കുന്നു. നമുക്കറിയാം, ശ്രീകാലമാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾക്കായിട്ട്, കൃപകൾക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പിതാവിനെ
സ്വർഗത്തിലേക്ക് നമ്മൾ യാത്ര അയക്കുമ്പോൾ ത്രിത്വൈക ദൈവത്തിന്റെ ആ പൂർണ്ണത അത് ശരിക്കും അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. പള്ളിയിൽ വന്നാൽ ഇരിക്കണം. പക്ഷെ ഒരു ധ്യാനത്തിന് പോയി തുവാനിസായി ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒരു ദിവസം മുട്ടുകൂട്ടി പള്ളിക്കകത്ത് നിൽക്കുന്നു. ഞാൻ കുർബാനയ്ക്ക് ശേഷം ഇറങ്ങി വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അച്ഛാ തുവാനിസാലെ ധ്യാനം പഠിച്ചു. വളരെ നല്ല മനോഹരമായ ജീവിതം, വളരെ കൃത്യമായ ഒരു അനുഭവം. ശരിക്കും സ്വർഗത്തിലെ അനുഭവം ഭൂമിയിൽ അനുഭവിക്കുന്നത് കുടുംബത്തിൽ. ഇവിടെ നമ്മുടെ അമ്മച്ചിയോടും മക്കളോടും സഹോദരന്മാരോടും എല്ലാവരോടും ചേർന്ന് ഈ ചുണ്ടക്കാല കുടുംബം ശരിക്കും ഒരു സ്വർഗത്തിന്റെ ഒരു മുന്നാസ്വാദനമായിട്ട് തന്നെ അനുഭവിച്ചിട്ടാണ് പോകുന്നത്. ഈ വീട്ടിൽ നമുക്കറിയാം വളരെ നല്ലൊരു കുടുംബാന്തരീക്ഷം. അമ്മച്ചിയാണെങ്കിലും വളരെ നല്ല സ്നേഹം, എല്ലാവരുമായിട്ട് നല്ല അടുപ്പം, നല്ല സൗഹൃദം. സണ്ണിയും കുടുംബവും അവിടെ മിടുക്കായിട്ടിരിക്കുക നമ്മുടെ ഇടവയ്ക്ക് അഭിമാനമാണ്, കുടുംബത്തിന് അഭിമാനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ നല്ലൊരു കുടുംബാന്തരീക്ഷത്തിൽ നിന്നും ദൈവം തനിക്ക് കിട്ടിയ ദൈവങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട്, അപ്പച്ചനെ ചേർത്ത് വെച്ചുകൊണ്ട്, ഈ കുടുംബത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അതിൻ്റെതായ സൗരഭ്യം, പരിമളം അനുഭവിക്കുവാനായിട്ട് എല്ലാവർക്കും സാധിക്കും. വൈദിക സന്യസ്ത വിളിയിലെ സൗരഭ്യവും പരിമളവും പൂർണ്ണമായിട്ടും ആസ്വദിക്കുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് അറിയാം വളരെ കൃത്യമാണ് ഈ ജീവിതമെന്ന്. പ്രത്യേകമായിട്ട് അനുശോചനം അർപ്പിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെന്നും തമ്പുരാന്റെ ഹൃദയത്തിൽ നിന്നും ചങ്കിൽ നിന്നൊഴിയാൻ തിരുനെറ്റത്താൽ നമ്മുടെ ഈ പ്രഭുതാവിന്റെ ആത്മാവിനെ കഴുകി വിശുദ്ധീകരിച്ച് സ്വർഗത്തിൽ മാലാകമാരോടൊപ്പം നമ്മുടെ വിശേഷപ്രധാനോടൊപ്പം ആയിരിക്കുവാനുള്ള ക്രമം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കപ്പെടുന്ന എല്ലാവരുടെയും പേരിൽ നിങ്ങൾക്ക് അനുശോചനം അർപ്പിക്കുന്നു. ദൈവം പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് പരസ്പരം നിങ്ങളുടെ പ്രിയപ്രഭുതാവിനെ കണ്ടുമുട്ടുവാനുള്ള ക്രമം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടെ ഭക്തിയോടെ വിളിഞ്ഞിട്ട് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാന്തത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വരാ എന്നേക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദർശനാവുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശ നീയാവുന്നു. ജീവന്റെ മരണത്തെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാ എന്നേക്കും. മരണം വരും ഒരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനീ, എന്തിനു കരയുന്നു? വ്യാകുല മനസ്സനായി എന്തിനു നീളുന്നു? തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്ക്
നിറയുന്നു സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ കൂടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. യേശുവിൽ പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ വിലാപയാത്രയായിട്ട് പള്ളിയിലേക്ക് പോവുകയാണ്. ഇവിടെ നിൽക്കുന്ന എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി അവരവരുടെ വാഹനങ്ങളിൽ മറ്റുള്ളവരെ കൂടി കയറ്റിക്കൊണ്ട് പള്ളിയിലേക്ക് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വേറെ വാഹനം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാഹനത്തിൽ അല്ലാതെ വന്നവർ ആ വാഹനത്തിൽ കയറി പള്ളിയിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ കാലാവസ്ഥ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഉടനെ തന്നെ ഇവിടെ നിൽക്കുന്ന എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി അവൻ്റെ വണ്ടികളിൽ കയറുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ സഹോദരേ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേൻ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നുപോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ, പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്രയിടാൻ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാൻ ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാ നൻ പ്രിയജനമേ അനുദിനമലിവോർക്കണമെന്നെ.
പോയിടുന്നു ഞാൻ മുതാ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. ഊഴിയായ ദേഹവും മായയാർന്ന ലോകവും വേർപിരിഞ്ഞു പോയിടുന്നു നിത്യമന്ദിരത്തിൽ ഞാൻ. അല്ലൽ തെല്ലുമേശിടാത്ത ക്ലേശമേതുമേറ്റിടാത്ത ശാന്തി ഭൂമി പൂകിടാൻ പോയിടുന്നു ഞാൻ മുതാ. വിശുദ്ധരൊത്തു വാഴുവാൻ ഈശനെ പുകഴ്ത്തുവാൻ ദൈവദൂതരൊത്തു നിത്യ ത്രിത്വഗീതി പാടുവാൻ. ധന്യമായി ജീവിതം പോൽ കാമ്യമായതൊന്നുമേ ഇല്ല മണ്ണിലെന്നു നിങ്ങൾ എന്നുമേ സ്മരിക്കണേ. ശക്തിയോ പ്രതാപമോ വിദ്യയോ സമൃദ്ധിയോ സർവ
മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നൽകേണ്ടി കവരണം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സ്വഭാവ നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പരിശുദ്ധാത്മാവിനും മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നല്ല ചെയ്ത സ്ഥലത്തിന്റെയും നാഥനായ ദൈവം നിന്റെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം നിന്റെ വലത്തുഭാഗം നിർത്തുമാറാകട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉദാശകൾ അത്യുന്നതനായ ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്നോർത്തുകൊള്ളുക. ഞാൻ പ്രകീർത്തിക്കും അഭിനയുടെ നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ, നല്ല വലത്തു വലം പാകേ. ആകാശവും ഈ ഭൂതലവും താവകമല്ലു കർത്താവേ, ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
പുത്രൻ റൂഹായെ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ ഉദ്ധാനം നീയേകുന്നു. നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ വാനവരാജ്യം നേടും മനുഷ്യനുഭാഗ്യം. കരയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടു കല്ലറ വിട്ടെഴുന്നേൽക്കും മനുഷ്യനുഭാഗ്യം. വരിക നിനക്കായി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനുഭാഗ്യം. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മനുഷ്യരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മനുഷ്യരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെയും ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്തുപാത്രത്തെയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സ്ഥലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാർത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ വിശയുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം ഞങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ, നീ പിടയരുതേ.
മൃതിതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാ. സ്മൃതികളിൽ എന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. സ്നേഹം തന്നോരൻ പ്രിയരെ ദേഹം വെടിയും നേരത്ത് മിശിഹാ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങ